ഇന്ന് നമ്മളുണ്ടാക്കിയത് ഒരു പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു നോർമലി പൈത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രണ്ട് സൈഡും മറിച്ചും തിരിച്ചും നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന്. ഈ പൈനാപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മധുരമുള്ളൊരു പൈനാപ്പിളാണ് കേട്ടോ. എങ്കിലും ഞാൻ ലാസ്റ്റ് ഈ ജ്യൂസ് ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ കുറച്ചധികം പഞ്ചസാര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് ഈ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്തതെന്ന്. രണ്ട് സൈഡും ഇതുപോലെ ചെത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആഹാ, എന്തൊരു പെർഫെക്ഷൻ! ഈ പെർഫെക്ഷന് നോക്കി ഞാൻ കുറേ നേരം ഇതിലോട്ട് ഞാൻ തന്നെ ചെത്തിയതാണോ എന്ന് അത്ഭുതത്തോടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാൻ വീണ്ടും നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആവശ്യമില്ലാതെ കുറച്ച് പഞ്ചസാര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഞാൻ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് വേറൊരു ഗ്ലാസ്സിലോട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിലുള്ള രുചിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ എങ്ങനെ ജ്യൂസ് കുടിച്ചാലോ?